എന്താടി പറഞ്ഞത്? അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല. കുഴപ്പമാണ് ഗൈസ്, കുഴപ്പമാണ്. ഇവിടെ ഭയങ്കര അടി, ഇവിടെ വരാൻ പറ്റില്ല. ഈ വീട്ടിൽ വരാൻ പറ്റില്ല കേട്ടോ. ഒച്ചപ്പാട് കണ്ട ഇവര് ഭാര്യയും ഭർത്താവും തമ്മിൽ എല്ലാത്തിന്റെ കണ്ണന്റെ നല്ലോട്ടാണ്. എല്ലാത്തിന്റെ കണ്ണന്റെ നല്ലോട്ടാണ്. പക്ഷെ അച്ഛൻ ആറാട്ടാണെന്ന് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഭഗവാനെ. അച്ഛനൊക്കെ ആറാട്ടാണെന്ന് പറഞ്ഞു. അതാ ഞാൻ പറയും എന്താണ് അച്ഛൻ്റെ തന്നെയല്ല മോള്. ഞാൻ പറയും അമ്മ എന്താണ് ഈ വെറുതെ ഉഷു ഉഷു നിലം കാണിക്കുന്നത്. പേനൊന്നല്ല അത്. പിടിച്ചോ അച്ഛൻ അതിനല്ലേ നോക്കിയിരിക്കുന്നത്. എടുത്തങ്ങോട്ട് ചാമ്പ് ആ കളയല്ലേ. ആറ്റുനോറ്റ് കിട്ടിയൊരു പേനാന്ന് കളഞ്ഞി. ഇനി ആ പേന എന്നെ ശപിച്ച് പണ്ടാരടക്കും അത് നിലത്ത് കിടന്നിട്ട്. കട്ട്ലൈറ്റ് തിന്നിട്ടാണ് ഇറച്ചി ഉണങ്ങണത്. അത്രയൊരു കട്ട്ലൈറ്റ് ഉണ്ടായിരുന്നില്ലേ. ഇതാണ്. അപ്പൊ ഇല്ലേ ഇപ്പൊ നിങ്ങൾക്കെല്ലാം മനസ്സിലായില്ല. അയ്യോ സമാധാനം തരുന്നില്ല. ഇവിടെ വന്ന സമാധാനം തരുന്നുണ്ട്. അവിടെ ഒന്ന് മര്യാദക്ക് ഞാൻ അതുമ്മ കയറി ഇരുന്നേച്ച് ഞാനാണ്. എന്നോട് പറഞ്ഞു ഇവിടെ വന്നിരിക്കുന്നു. എന്തിനാണെന്നറിയോ? ഈ തല ഇങ്ങനെ പിടിക്കാനാണ്. ഞാൻ കൊറേ ദിവസം എത്തിയിട്ട് ഒന്ന് വീട്ടിലോട്ട് വന്നതാ. അച്ഛനില്ലേ പണിക്ക് പോകാണ്ട് ഒരു സമാധാനം ഇല്ല പോലും. അതുകൊണ്ട് അച്ഛൻ ഇപ്പൊ നാളെ പണിക്ക് പോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു ആ പണിക്ക് പോയി പോകുന്നു. അച്ഛന് പണിക്ക് പോകാണ്ടിരിക്കാൻ പറ്റില്ല എന്നാ പറയുന്നു അല്ലേ. ഇപ്പൊ നാളെ മുതൽ ഞങ്ങൾ അച്ഛനെ കാണൂല. കാണണമെങ്കിൽ കടയിൽ വരേണ്ടി വരും. ഇത് വെറുതെ നേരം വെളുക്കുമ്പോ പറയും ഞാൻ പോണില്ല, ഒരിടത്തും പോണില്ല എന്ന് പറയും. ഇങ്ങനെയാണ് എല്ലാ വർക്കും പോണത്. ദൈവമേ വീട്ടി നടക്കേണ്. എന്താണ് നടക്കണത് എനിക്കൊന്നും അറിയില്ല. മുകളിൽ എന്താണ് പൊട്ടനൊച്ചല കേൾക്കുന്നുണ്ടോ? പൊട്ടനൊച്ച കേൾക്കുമല്ല. പിന്നെ തലയാവുമ്പോ കുറച്ച് പേനൊക്കെ വേണം. മക്കളെ തലയിൽ എനിക്ക് നോക്കാൻ പറ്റുമോ? അതെ, അതിനല്ലേ 2 പ്രോപ്പർട്ടിനോട് ഉണ്ടാക്കിട്ടേക്കണത്. ഈ പ്രോപ്പർട്ടി എപ്പോഴും കിട്ടൂലല്ലോ. കിട്ടുമ്പോ അന്നേരം വിടൂല. മുതലെടുക്കും. ഇന്നലെ ദുർഗനെ കിട്ടി. അപ്പൊ കുറച്ച് ദിവസത്തിട്ട് ഇങ്ങോട്ട് വന്നതാട്ടാ. വേറെ ഒന്നല്ല, നാളെ ഞങ്ങക്ക് വെളുപ്പിന് ഇവിടെ പോവാനുണ്ട്. എവിടെയാണമ്മേ? എറണാകുളം പോവാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഞങ്ങൾ ഇന്ന് തലേന്ന് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, ചെറിയൊരു ആവശ്യമുണ്ട്. അപ്പം ഇങ്ങനെ വന്നതാണ്. ഇവിടെ നിന്ന് പറക്കി കൊല്ലണ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്റെ തല ഇങ്ങനെ പുഴുത്ത് കിടക്കുകയാണെന്ന് വിചാരിക്കും. അങ്ങനെയൊന്നല്ല അമ്മ ഓരോന്നും അവിടെ നിന്നെങ്കിലൊക്കെ അമ്മക്ക് ഇങ്ങനെ എന്തെങ്കിലും ആയിട്ട് കിട്ടുന്നുണ്ട്. എന്റെ തല അങ്ങനെ പേനൊന്നും ഇല്ല. അമ്മ ഇങ്ങനെ ഉഷു നമ്മളെ പേടിപ്പിക്കലാണ്. ഷോ എന്നെല്ലാം പറഞ്ഞ പുഴുത്ത് നിന്റെ തല പുഴുത്ത് പണ്ടാരടങ്ങി എന്നെല്ലാം പറയും. അങ്ങനെയൊക്കെ കേൾക്കുമ്പോ നമുക്ക് ടെൻഷനാ. ഇതില്ലേ ഇതൊന്ന് വലിയ തീർക്കട്ടെ. ഈ പൊട്ട ഇരുന്നേണി വലിക്കണം. ഇതൊന്ന് കഴിഞ്ഞേക്കട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അപ്പില്ലേ ഇന്നത്തെ ഒരു കോമഡി ഉണ്ടായിരുന്നു കേട്ടാ. ഞാൻ 2 ദിവസം ആയി തോന്നി വീഡിയോ എപ്പോഴാ വന്നെന്നറിയില്ല. അപ്പൊ ഞാനും അമ്മയും കൂടി ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഞാൻ അച്ഛനോട് ഞാൻ പറഞ്ഞു ഒരു കഥയുണ്ട്. നമുക്ക് അച്ഛൻ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ടെന്നും അടുക്കമ്മ ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ടെന്നും പറഞ്ഞിട്ടാണ് ഞാനിത് ഓണാക്കിയത്. അവിയപ്പ അച്ഛന് മനസ്സിലായിട്ടില്ല. ഫോട്ടോന്റെ കാര്യം പറയാൻ പോണെന്ന് അച്ഛന് മനസ്സിലായിട്ടില്ല. അത് കേൾക്കണ്ട അച്ഛനക്ക് പറയട്ടെ. നാളെ അതിനുള്ള ബദല് വരുന്നുണ്ട്. അത് വരുന്നുണ്ട് നാളെ. എപ്പോഴും അമ്മയല്ലേ പരാതി പറയല്ലോ. ആ അത് വേണ്ടല്ല. ഒരു നല്ലൊരു ഞങ്ങൾ തമ്മിലുള്ള ഫോട്ടോ ഇട്ടാണ്. ഞാനത് അമ്മ വെറുതെ ഇട്ടതാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഇപ്പൊ എല്ലാരും എന്നോട് പറഞ്ഞ് അച്ഛനെ കൂട്ടായിരുന്നു സനി. അച്ഛനെ അതെ ഞാൻ അത് പിറ്റേ ദിവസം വന്നിട്ടുണ്ട് അതിന്റെ. അപ്പൊ അതിന്റെ കമന്റ്സ് എന്താണെന്ന് എനിക്കിത് എടുക്കുന്ന സമയത്ത് ഇപ്പൊ അറിയില്ല. അപ്പൊ ഞാൻ അന്ന് അങ്ങനെ ഇട്ട്. അപ്പൊ അതിനെല്ലാരും പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ വേറൊരു ഫോട്ടോ ഇവിടെ വേണമെങ്കിൽ കൊടുക്കാട്ടോ. അത് ആ ഫോട്ടോ ഞാൻ എന്തായാലും ഇടുന്നുണ്ട്. അച്ഛാ അടിപൊളി ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് കാണിച്ചു തരാം ഞാൻ ആ ഫോട്ടോ. ഷർട്ടൊക്കെ മാറ്റിട്ടുണ്ട്. അങ്ങനെയായി. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സംഭവമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരുടെയും ഇത് വാങ്ങിച്ചിട്ട് ഞാൻ എന്തായാലും ഞങ്ങൾ 3 കൂടിയുള്ള ഒരു ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നല്ല അഭിപ്രായങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. വായിക്കാണ്ടാണ് ഇപ്പൊ പറയണത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അല്ലേ. അച്ഛൻ പല്ല് വെച്ചത് കണ്ടാരെങ്കിലും? അച്ഛൻ്റെ
അച്ഛന്റെ പല്ല് വെക്കണമെന്നൊക്കെ അന്നേ എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതാ ഇപ്പൊ അച്ഛന്റെ പല്ലൊക്കെ വെച്ചിട്ടുണ്ട്, കിടിലം പല്ലായി അല്ലേ അച്ഛാ? കാണിച്ചു കൊടുത്തേ. താഴത്തെ പല്ലല്ലേ, ഇനി മേലത്തെ പല്ല് പോവാണ്ട് നോക്കണേ. അതെ, എലി അടിച്ചോണ്ട് പോകുന്ന പറയാൻ പറ്റൂല. അച്ഛന്റെ പല്ലൊക്കെ അങ്ങനെയാണ്. ഇതിനിടക്ക് ഫസ്റ്റ് ഒരു പല്ല് വെച്ചിട്ട് അത് എലി കൊണ്ടുപോയിട്ടാ, ഒരു ഗ്ലാസ്സിലിട്ട് വെച്ചിട്ട് എലി കൊണ്ടുപോയി. ഇനി ഇത് ആര് കൊണ്ടുപോകുന്ന അറിയില്ല. അപ്പൊ എന്തായാലും നമ്മളെ വർക്ക് ഒന്നുകൂടി തുടങ്ങട്ടെ. അതിന്റെ ഗ്യാപ്പിൽ വന്നതാ. പാന്റ് ഷർട്ടൊക്കെ നമുക്ക് ജിമ്മിനോട് മേടിക്കാം. അച്ഛനെ പാന്റ് ഇടണമെന്നല്ലേ ആഗ്രഹം? പാന്റ് ഇടിക്കണം, പാന്റ് ഇടിച്ചിട്ട് നമുക്ക് ശരിയാക്കി തരാം. ഇതിപ്പോ ഷർട്ട് ഇടാണ്ടാണ് നിക്കണത്. നോക്കട്ടെ, ഷർട്ട് ഇടാണ്ട് നിന്നിട്ട് ജെമിനിനെ കൊണ്ട് ഇപ്പൊ അമ്മക്ക് സാരിയും അച്ഛന് ഷർട്ടും ജീൻസും. സ്വർണ്ണ കണ്ണടൊന്നും ഇല്ല, പോയച്ചാണ്. ഒരാളോട് ചോദിക്കണ ഒരു പരിധി ഇല്ലേ? എന്നൊരു ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ. സന്തോഷായിട്ടാ ഫോട്ടോ കൊടുക്കട്ടാ. അച്ഛൻ പറഞ്ഞു ജെമിനിക്ക് കിട്ടിയ ഫോട്ടോ ആയിരുന്നാന്ന് നോക്കണ്ടേ. അച്ഛന്റെ ഫോട്ടോ കിട്ടിയപ്പോഴേക്ക് പാന്റ് ഷർട്ടൊക്കെ ഇട്ടിട്ട് സെറ്റ് ആക്കി കൊടുത്തവര്. അമ്മ കുറച്ച് നേരമായി പോയമ്മേ. നേരം നമുക്ക് മാറ്റി പിടിക്കാൻ നോക്കാം. അടുത്തവിടെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. എങ്ങനെയുണ്ടായ അച്ഛനാ ഷർട്ടും പാന്റും ബെൽറ്റൊക്കെ ഇടിപ്പിച്ച് കൊണ്ടുവന്നു. ഈ ഷർട്ട് ഓരിടാണ്ടിരുന്ന അച്ഛനെ ആരോടാണ് അടിപൊളിയാക്കി പറഞ്ഞത്? പല്ല് വെച്ചതിന്റെ അഹങ്കാരാണ്. അയ്യോ, ഇനി എന്താ പരിപാടി അമ്മ? വൈകുന്നേരത്തെ പരിപാടി അയ്യോ വന്ന് ചീത്തൊക്കെ പറയണ ദൈവമേ. അങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞ അച്ഛൻ ഇന്നലെ സോയാബീൻ കറി വെക്കണ്ടായല്ല. അമ്മക്ക് പിന്നെ കൂട്ടാണ്ട് നിവർത്തിയില്ലല്ല. അല്ലെങ്കിൽ ഇവിടെ കുക്കർ എടുത്ത് അമ്മന്റെ മേത്തോട്ട് ഇട്ടങ്ങല്ല. രണ്ടു പിള്ളേരും കൂട്ടിയാ ഓരേ തൃപ്തി ആയില്ലേ? അച്ഛന്റെ മോൻ അമ്മ പറഞ്ഞ വലിയ രസമില്ല. ഉരുളക്കിഴങ്ങ് വേവുന്നതിന്റെ കൂടെ സോയാബീൻ കറി കൊളാക്കി. അച്ഛനൊരു പാട്ട് പാടാൻ വേണ്ടിട്ട് എന്നോട് പറഞ്ഞൊരു പാട്ട് പാടട്ടെ മോളേന്ന് ചോദിച്ചിട്ടാ. അപ്പൊ പാട്ട് പാടാൻ വേണ്ടി ഷർട്ട് ഇടാൻ വേണ്ടി പോയേക്കാണ്. ഇത്ര നേരം ഇതൊക്കെ പറഞ്ഞൊന്നും ഷർട്ട് പറ്റിയിട്ടില്ല. പാട്ട് പാടുമ്പോൾ ഷർട്ട് വേണം പോലും. വന്നാ നമുക്ക് പാട്ട് കേക്കാട്ടോ. പാട്ടെടുക്കാനാ എടുത്താ പോരെ. നല്ല ട്യൂണൊന്നും പറ്റില്ല, മ്യൂസിക്കൊന്നും ഇതിനകത്ത് പറ്റില്ല. കോപ്പിറൈറ്റ് അടിക്കും. സാധാരണ ഇരുന്ന് പാട്ടാൻ പറ്റുമോ? സാധാരണ ഇരുന്ന് പാട്ടാൻ പറ്റുമോ? പാട്ടില്ല. പിടിച്ചേ, ഇങ്ങോട്ട് തിരിച്ചു പിടിക്കും. ഞങ്ങളെ കാണുന്നുണ്ടോ? ഇങ്ങനെയാണോ? മതി മതി മതി. ഓക്കെ ഓക്കെ. വികാരങ്ങൾ എന്നെല്ലാം പറഞ്ഞത് വികാരമുള്ള സാധനമൊക്കെ വന്നേക്കാം. യൂട്യൂബിൽ അടിച്ചെടുത്തതാണ് വികാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഏതോ പെണ്ണുങ്ങളെ ഫോട്ടോയൊക്കെ വന്നു. അയ്യോ, കിട്ടണുണ്ട്. രാക്കിളി പെണ്ണും പിള്ളേന്ന് അമ്മനെയാണ് ക്യാമറ പിടിച്ചാണ് ഏൽപ്പിച്ചേക്കണം. തലയും ഉണ്ടാവില്ല, വാലുണ്ട്. വാലും തലയൊക്കെ മതിയപ്പ. വികാരനൊക്കെ വന്നു. രാക്കിളി പെണ്ണും പിള്ള വന്നിട്ടില്ല. രാക്കിളി പൊന്മകളെയാണ് പെണ്ണും പിള്ള പോലും. ഇതൊന്നും വെച്ചേക്കല്ല, എനിക്ക് അത് ഇടാൻ പറ്റൂല. വേണ്ടത് അടിച്ചുതരാം. വായി തുറന്നു. ഇത് പെണ്ണുമ്പിള്ളനെ കടിച്ചാ പിന്നെ കാണിച്ചുതരാം. രാക്കിളി അമ്മ ക്യാമറമാൻ പ്രകടനം. കിട്ടണുണ്ട്. ആ രണ്ടുപേരെയും കിട്ടും. ഇങ്ങനെ എടുക്കുമ്പോ മാറിക്കുമ്പോ എന്നാ രാക്കിളി മകളെ ലിറിക്സ് വരികൾ. ഇത് എഴുത്താണ്. ഇപ്പൊ മനുഷ്യന് ഇത് പണിയാണ്. പിന്നെ അച്ഛന് സുഖം ഉണ്ടാകുന്ന പാട്ടാണ്.
കുറച്ച് പാടിയാ മതി, ഒരുപാട് പാടി വെറുപ്പിക്കണ്ട. ആ എന്താ ജാഗ്രത. ആ പാട്. തിരമാലകളാടിയുലഞ്ഞു കണ്ണീരുപ്പു കലർന്നൊരു മലലിൽ വേളിപ്പുടവ വിരിഞ്ഞു രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്ര മൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ? പിൻവിളിയൊക്കെ നശിപ്പിച്ചല്ലേ ഇപ്പൊ. പിൻവിളി എക്കോക്ക് ഇട്ട് കൊടുക്കണം പോലും. ഞാൻ ഒന്നും ഇടൂല. എക്കോ ഇടണമെങ്കിൽ ഇത് അച്ഛന്റെ മോനെ കൊണ്ട് ഇടിപ്പിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ എവിടെ കൊടുക്കണം എക്കോക്ക? മൈക്കൊന്നും ഇല്ല എനിക്ക്. മൈക്കൊന്നും ഇല്ല. അച്ഛൻ പറഞ്ഞിട്ടോ എന്റെ പാവോന്ന്. ഞാൻ പാവായിട്ടൊന്നും പാവണെന്ന് എല്ലാം ദുഷ്ടത്തിന്നേ അറിയുള്ളൂ. അല്ല ഇപ്പൊ ഈ മൈക്ക് ഞാൻ എക്കോ ഇടിക്കല്ലേ വേണ്ടതിന്, അത് ഞാൻ ഏറ്റി. ഇവര് കുറച്ച് നേരത്തെ ഇറങ്ങിക്കൂടെ? ഇവർക്ക് എവിടെയാ പോണ്ടത്? എവിടെയോ എത്തണം. കണ്ട കഴുകി വെക്കണോട്ടെ, കഴുകി വെക്കണം. ഓ ശന്റെ പൊന്നേ, ഇത്രയും ചളി ഉണ്ടായിട്ടാണ് മോനത്. എവിടെ മോന്റെ പാതി? എവിടെ? താൻ പാതി ദൈവം പാതി. ചേട്ടാ പാതി എവിടെ? അവരെ ബാക്ക് സീറ്റ് കയറി ചേട്ടാ. ചേട്ടാ വിട്ടേട്ടാ ഷൂവ്. സൈഡൊക്കെ കാണുന്ന ഗ്യാപ്പെല്ലാം കാണുന്ന ഇല്ലേ? ലോക്കൽ സാധനം മേടിക്കും, പൈസ ഇറക്കേ ഇല്ല. കമ്പനിയൊന്നും ഇല്ലാതിരിക്കണ്ട. മിനി കൂപ്പർ നോക്കട്ടെ, കാണിച്ചോ. അടിപൊളി നെയില് 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 ചമത് നോക്കി. അതുകൊണ്ടൊരു മാന്ത് മാന്തി രക്ഷിയ അമ്മേ വേണ്ട. ഞാൻ വെറുതെ പറഞ്ഞതാ. ഇറങ്ങട്ടെ. ഇപ്പൊ പുത്തനായിട്ടെ. ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഒന്നും പറയണ്ട കേട്ടോ. അച്ഛന്റെ പാട്ടൊന്നും മോനെ എക്കോ ഇട്ട് തന്നാ മതി, വേറെ ഒന്നും ചെയ്തു തരണ്ട. അച്ഛൻ വികാരനാവുക. അച്ഛൻ പാടിക്കൊളാക്കിന് മോനും കൂടി അലമുറ ഇടേണ്ടി വരും. അലമുറ കുറച്ച് പുളിക്കും. അലമാര ആടി ഉലഞ്ഞു പോലും. ആ പാട്ടില്ലേട്ടെ, പാടുന്നതിന് ഉള്ളിലോട്ട് പോവട്ടെ. അതാണ് ഞാൻ പാടാല്ല. നല്ല അടിപൊളിയായിട്ട് ഞാൻ എക്കോട്ട് തരും. ചേട്ടിട്ട് തരും. ചേട്ടനെ ഞാൻ ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കണോ ഇനി? അച്ഛന്റെ ഫോട്ടോ ഉണ്ടോ? ഇതിൽ കൂടി ആ ഫോട്ടോ, അച്ഛന്റെ ഫോട്ടോ വേണം പോലും. ഇച്ചിരി പുളിക്കും, നടക്കൂല. നല്ല പൈസ ചെലവുണ്ട്. കൊണ്ട ഒരു 500 രൂപ ഉണ്ടാ ഫോട്ടോ ആക്കി തരാം. ചെലവുണ്ട് കൊണ്ട. ആ ഉണ്ട്. ഓരോ സാരി ഇപ്പൊ അച്ഛനെ തുണിയില്ലാണ്ട് അച്ഛനാണ് ഇപ്പൊ തുണി ഇടിപ്പിച്ചത്. ഷർട്ട് ഇട്ടിട്ട് പോലില്ല അച്ഛൻ. കൊണ്ടാ ഒരു 500 രൂപ ഉണ്ടാ. അടുത്ത ഫോട്ടോ 500 രൂപ ഉണ്ടാന്ന്. ഫോട്ടോ ആക്കി തരാം. കൊണ്ടാ പാന്റ് ഇട്ട ഫോട്ടോ. ഏത് കാലത്ത് ഞാനിങ്ങനെ ആവും നമ്മ ആലോചിക്കാണ്. ഇല്ല ഞങ്ങൾക്കില്ല കല്യാണം. ഞങ്ങളെ വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങളും ഉണ്ടായേനെ. അപ്പൊ നിങ്ങള് കല്യാണത്തിനൊക്കെ പോയി വിളിച്ചാ വിളി അല്ല. ഇപ്പൊ നമ്മളവിടെ പോലെ വിളിച്ചാ വിളി. അല്ല നിങ്ങൾ പോയിട്ട് നിങ്ങളത് ബാക്ക് സ്റ്റുഡിയോ പോന്നു, ഉള്ളിലോട്ടാ പോന്നു. എന്നാ വാ. ഓക്കെ നിങ്ങ പോയിട്ട് വാ. പോന്നില്ലേ പിള്ളേരെ മക്കളെ? എടാ പോന്നില്ലേ? ഡ്രൈവറാണെന്ന് പറഞ്ഞ ഇപ്പം പോയിക്കോ. അവിടെ പോയിട്ട് അടിച്ചിട്ട് വരാം. ഇന്നും കൂടി കള്ള. ലാസ്റ്റ് കള്ള മദ്യം വിഷമാണ്. ഉണ്ണിനെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് അത് പറഞ്ഞേക്കുന്നത്. ഞാൻ ഇതങ്ങോട്ട് ഇറങ്ങട്ടെ കേട്ടാ. കുറച്ച് ദിവസമായി ഇങ്ങനെ ഇറങ്ങിയിട്ട്. എന്തേ
അച്ഛനെ കാണണമെങ്കിൽ കമ്പനി ഷോപ്പിൽ വരണം. 10 മണിക്കൊന്നും അച്ഛനിപ്പൊ ലാസ്റ്റ് കള്ളിടിക്കാൻ പോണ എന്തേ പോണ് കള്ളുവേറ്റ് പാട്ടത്തിലോട്ടാണോന്ന് അറിയില്ല. നിങ്ങ എവിടെ പോണ പുറകെ മണം പിടിച്ചു പോകുന്ന അയ്യേ അയ്യേ വെറുതെ ആളെ കൊണ്ട് അറിയിക്കണ്ടേ അയ്യേ എന്താണെന്നത് വേണ്ടട്ടാ അരുതേ അരുതേ നിങ്ങളും കൂടി ഇങ്ങനെ ആവരുതേ. ഗേറ്റ് തുറന്നു. എന്താ പോക്ക് എന്താ പോക്ക് ചേട്ടാ സമയായിട്ടാ ഷർട്ടൊക്കെ മാറ്റേണ്ട സമയായിട്ടാ. ആ ചേട്ടാ എന്തോ ആയിട്ടത് ചേട്ടാ എന്തോ ആയി അത് പോയി. അയ്യോ അപ്പൊ ഇങ്ങനെയല്ലേ നമ്മളെ മുഖത്തിന് വെറ്റ് വൈറ്റ്സ് ഇട്ടിട്ട് തുടച്ചിട്ടല്ലേ. അതെ ഒരു ഷർട്ട് വാങ്ങിയാ ചേട്ടില്ല എത്ര ഇടലിട്ടെന്ന് അറിയോ. ആ അതന്നെ ചേട്ടേ കേറ് മക്കളെ കേറ് കേറ്. അന്തിക്കട പുറത്തൊരാ എടുത്ത് ആലുംകുട്ടി മുറുക്കി നിക്കണത് ആരാണ് ആരാണ് ഞാനല്ല ദൂരല്ല ദൂരല്ല. അങ്ങനെ അവരിതാ പോവാൻ ഇറങ്ങിയേട്ടാ. അവര് പോയി. അപ്പൊ അവരിറങ്ങി കേട്ടോ. അവരിറങ്ങി കഴിഞ്ഞപ്പോ വീടൊക്കെ ഉറങ്ങി. അവരിറങ്ങി വീടൊക്കെ ഉറങ്ങി അല്ലേ. അവരിപ്പൊ വരും കേട്ടാ. അതെ അവർക്കൊരു കല്യാണം ഉണ്ട് അപ്പൊ അതിന് വേണ്ടി പോയതാണ്. അപ്പോ പിന്നെ ചുമ്മാ അല്ല നമ്മങ്ങനെ വെറുതെ തമാശക്ക് ഞാൻ അത് ഇതൊക്കെ പറയുന്ന കേട്ടാ. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊന്നും ചുമ്മാ തമാശലും പറഞ്ഞാണേ. ഞങ്ങളിങ്ങനെ കുടുംബം പിന്നെ അങ്ങനെയാണല്ലോ തമാശകൾ നമുക്കിങ്ങനെ വരണമല്ലോ അല്ലേ. വരുന്നതാണ് നമുക്കൊരു രസം. അപ്പൊ നിങ്ങൾക്കും കൂടി അത് കൗതുകമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ. ചുമ്മാ എല്ലാവരും തമാശ നമുക്ക് നടക്കാല്ല. ഇപ്പൊ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇല്ലാത്തുന്നുണ്ടായിരുന്നു. ഇവിടുന്ന് പോയാ ഇവിടെ ഇങ്ങനെ നടക്കാല. വൈകുന്നേരം ആകുമ്പോ വേറെ എവിടെയും പോണ്ട പുറത്തൊന്നും പോണ്ട. അതെ നടക്കണം. നടക്കുക എന്നുള്ളതാണ് നല്ലത്. ആ ആ നടന്നോ നടക്ക് നടക്ക് നടക്കാണ് കൈ വീശി നടക്ക്. എന്ത് ആ നമ്മളെ സാധനം നമുക്ക് കൊണ്ടുവന്ന സാധനം ഒന്നും എടുത്തിട്ടില്ല. ഇങ്ങോണ്ടാ വെള്ളം തരാൻ വേണ്ടിട്ടേ കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ടായി. മറന്നുപോയാ. ഇന്നലെ ഇനി പോകുമ്പോ വെള്ളം എടുത്തു 2 കുപ്പിയിൽ കൂടെ നിങ്ങൾക്ക് 2 ദിവസം കുടിക്കാം. അമ്മ പറഞ്ഞാലോ വൈകുന്നേരം ആകുമ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നാ മതിയെന്ന്. ഇങ്ങനെ നടന്നാ മതി. ആ നടക്കാൻ ആ എനിക്ക് നല്ലതാ. എന്നിട്ട് അത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ആ കുപ്പി ഇങ്ങോട്ടും കൊണ്ടുവരാം. വീണ്ടും കൊണ്ടുപോകാം. നല്ലതാ ഫിൽറ്റർ ചെയ്യുന്ന അല്ലെ. ഫിൽറ്റർ ചെയ്ത വെള്ളവും കൊണ്ടുപോകാൻ അങ്ങനെ തന്നെ കുടിക്കാല്ല. അത് നല്ലതാ. ഇനിയിപ്പോ കൊണ്ടുപോകുമ്പോ 2 കുപ്പിയിൽ കൊണ്ടുപോവാ. പിന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. റെസ്റ്റ് അല്ലേ നന്ദു. റെസ്റ്റ് നന്ദുവിന് അവര് പോയോണ്ട് ഒറ്റക്കായിട്ടാ ഇങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കണം. അച്ഛനുണ്ടല്ലോ നീലമിഴി നമ്മളെ മറ്റേ ഡാൻസില് നീലമിഴി കണ്ണഴക് ആ സാധനമില്ലേ അത് അച്ഛന് നമ്മളിവിടെ കളിക്കണം എന്ന് പറയട്ടാ. അപ്പൊ അച്ഛനതൊരു കളിക്കണമെന്നൊരു ആഗ്രഹം. അച്ഛൻ മറ്റേ റെഡി ആവാൻ വേണ്ടി പോയിട്ടുണ്ട്. നോക്കാം കളിച്ചു നോക്കാം. സ്റ്റെപ്പ് ആക്കണോ? അച്ഛൻ്റെ സ്റ്റെപ്പാണ് വെക്കേണ്ടത്. ഓൺലി അച്ഛൻ സ്റ്റെപ്പ്. അപ്പൊ എന്റെ സ്റ്റെപ്പ് ഇല്ലാട്ടെ ഇതിനകത്ത്. അച്ഛൻ്റെ സ്റ്റെപ്പാണ്. അച്ഛൻ വെക്കുന്ന സ്റ്റെപ്പിനോടൊപ്പം ഞാനും വെക്കും. ഓക്കെ ഞാൻ പറയണത് വെച്ചാ മതി കളിച്ചാ മതി കളിച്ചോ. അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് ഇതിനകത്ത് ചേർക്കാൻ പറ്റില്ല. നമുക്ക് കോപ്പിറൈറ്റ് അടിച്ച് കയ്യിൽ തരും. അതുകൊണ്ട് അച്ഛൻ്റെ ഡാൻസ് ഒക്കെ എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ എല്ലാത്തിലും ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാത്തിലും എനിക്ക് നല്ല വ്യൂസും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെ നല്ല നല്ല കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. അച്ഛനാണെങ്കിൽ ഇത് കണ്ടിട്ട് എന്നെ അപ്പം തന്നെ വിളിച്ചു കേട്ടോ മോളെ. അപ്പോൾ ഞാൻ പറഞ്ഞ അച്ഛൻ എന്നെ കമൻറ്റ് അച്ഛൻ തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അച്ഛൻ ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടി വിട്ടേക്കാണ്. ഞങ്ങളും കൂടി കളിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ പഠിച്ചൊക്കെ വരുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അച്ഛൻ ഒറ്റയ്ക്ക് കളിക്കുന്നതാണ് ഇപ്പോൾ എന്തായാലും അടിപൊളി. അപ്പൊ എന്തായാലും അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇത് നമ്മ മാത്രം കളിച്ചില്ല. എല്ലാരും കളിച്ചു നീലിപ്പെണ്ണ. അച്ഛൻ മാത്രം കളിച്ചില്ല. ഗുരു കളിച്ചിട്ടില്ലെന്നേ. അത് പിന്നെ ശിഷ്യന്മാരെ കളിച്ച് വയറലായി. അപ്പൊ
ഞങ്ങൾ പിന്നെ പെട്ടെന്ന് അങ്ങനെ തട്ടിക്കൂട്ടിയതാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് അച്ഛൻ വെച്ചിരിക്കുന്നു. അച്ഛൻ വെച്ചിരിക്കുന്നു. അപ്പൊ അച്ഛന്റെ കളി ഇവിടെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വോയിസ് ഞാൻ എൻ്റെ ഡാൻസ് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ എന്തായാലും ആ കമൻസും കാര്യങ്ങളൊക്കെ വായിച്ചതിന് ശേഷം ഏട്ടാ ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഓൺ വോയിസ് കളഞ്ഞിട്ട് ഞാൻ എൻ്റെ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് അച്ഛൻ ഇന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം കൊണ്ട് തന്നെ അച്ഛൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും കമൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ്. പിന്നെ ഞാൻ കൂടി കളിക്കാമായിരുന്നൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് പഠിച്ചൊക്കെ വരുമ്പോൾ എൻ്റെ സ്റ്റെപ്പും അച്ഛൻ്റെ സ്റ്റെപ്പും കൂടിയൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചെല്ലാം വരുമ്പോൾ അത് കുറേ സമയം എടുക്കും. പിന്നെ അച്ഛൻ ആ ഒരു മൂഡിന് ഞാൻ അങ്ങോട്ട് അച്ഛൻ തന്നെ കളിച്ചോന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു ഫുള്ള്. അപ്പം ഞങ്ങളെന്തായാലും അങ്ങനെയാണല്ലോ. അപ്പോൾ അച്ഛൻ പാട്ടൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ പാടുകയാണ് കേട്ടോ. അച്ഛൻ ഫുൾ ഹാപ്പി ആയിട്ടുള്ള ഈ കമൻസും കൂടിയൊക്കെ വായിച്ചതിന് ശേഷം അച്ഛൻ്റെ കാര്യം ഒന്നും പറയണ്ട കേട്ടോ. അച്ഛൻ അത്രയും ഹാപ്പി ആയിട്ടുള്ള. ഞാൻ പിന്നെ അവിടെ ഉണ്ടായിട്ടില്ല, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇത്രയും സ്നേഹം നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. വെളുപ്പിന് വിടും കേട്ടാ. വെളുപ്പിന് ഞങ്ങള് ടൈം ചേട്ടൻ വന്നിട്ട് ഇപ്പൊ അപ്പൊ ചിലപ്പോ ടൈമിന് പോവും. അപ്പൊ ഇനി എന്തായാലും നമ്മളെ ഇനി പ്രത്യേകിച്ച് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. നമ്മള് ഇനിയിപ്പോ വെളുപ്പിന് യാത്ര നാളെ പണിക്ക് പോയണേ, എന്നെ കാണൂലേ? അത് വെറുതെയാണ്, നേരം വെളുക്കുമ്പോ ഉണ്ടാവില്ല. അത് ഇത് നമ്മ കൊറേ കണ്ടതാണല്ലോ ഇപ്പൊ. ഇതൊക്കെ അച്ഛനെ പോയി കഴിഞ്ഞാൽ രാത്രി 10 മണിയാവും. അമ്മ ഇവിടെ കിടന്ന് ചിരിക്കാണ് കേട്ടോ. അച്ഛന്റെ സ്വഭാവം കറക്റ്റ് മനസ്സിലാക്കിക്കണത് അമ്മയാണ്. അതാണ് മനസ്സറിഞ്ഞ ഭാര്യ അല്ലേ. കിട്ടിപ്പോയിന്ന് അല്ലേ, കിട്ടിപ്പോയി. അമ്മ ഇങ്ങനെ അപ്പൊ എന്തായാലും മനുഷ്യനായിട്ട് ഇടക്കിടക്ക് എന്തൊരു മനുഷ്യനാണ് പറയാൻ പറ്റില്ല. അപ്പൊ പറയാൻ പറ്റില്ല. ഇവരില്ല മിക്കവാറും ഇവര് അമ്മായിയപ്പനും മരുമോനോട് തെറ്റുവട്ടാ. അപ്പൊ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ. സോഷ്യൽ മീഡിയയിൽ എല്ലാണ്ട് കഴിഞ്ഞ മനുഷ്യരില്ല. എല്ലാണ്ട് കഴിഞ്ഞ മനുഷ്യരൊന്നുമില്ല. എല്ലാവർക്കും കുറ്റങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് സ്വയം മനസ്സിലാക്കി തിരുത്തണം അല്ലേ. അപ്പൊ അതാണ്. അപ്പൊ ഇപ്പൊ അച്ഛന് ഒരു 3-4 തിരിച്ചിട്ടിരിക്കുന്നുണ്ട് ഈ ഒരാഴ്ചക്കുള്ളില്. 3 ദിവസത്തിനുള്ളില് ഒരു 5 തിരുത്തെങ്കിലും തിരുത്തിയിട്ടുണ്ട്. അപ്പൊ അച്ഛൻ നന്നായി, ഇപ്പൊ അച്ഛൻ നന്നായിട്ടിരിക്കുകയാണ്. പിന്നില്ലേ അപ്പൊ നമ്മളെ വീട്ടിലെ അവസ്ഥകളൊക്കെ ഇതൊക്കെയാണ് കേട്ടാ. അപ്പൊ ഞങ്ങൾ എന്തായാലും നിങ്ങളെ പച്ചയായിട്ടുള്ള ജീവിതം കാണിച്ചിട്ടുണ്ട്. പച്ചയായിട്ടുള്ള ജീവിതം കാണിച്ചിട്ടുണ്ട്. ദൈവമേ. അപ്പൊ അങ്ങനെയാണ്. ഇനി ബാക്കി വന്ന് ഞങ്ങള് പറയണില്ല. നിങ്ങൾ മിണ്ടിയാന്റെ കാര്യം പോക്കാം. മിണ്ടാണ്ടിരിക്കണ ഞാൻ എല്ലാ ദിവസവും മിണ്ടാണ്ട്. പക്ഷെ ആരും അപ്പൊ ഇങ്ങനെയാണ് സംഭവം. ഇവിടെ പറയാൻ എന്തായാലും വിടൂല. അപ്പൊ ഒന്ന് വൈൻഡപ്പ് ചെയ്യാനൊന്നും വിടൂല. അപ്പൊ ഇല്ലേ പിന്നെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇന്ന് എന്തായാലും വെളുപ്പിന് പോകും ഇവിടുന്ന്. അത്രേ ഉള്ളൂ. പിന്നെ ഇനി പോണ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് അച്ഛൻ നല്ല കബാബും പൊറോട്ടയെല്ലാം വാങ്ങിച്ചോണ്ട് അടിക്കുന്നുണ്ട് നന്ദോട്ടെ അല്ലേ. അവര് കല്യാണത്തിനായപ്പോ ഞങ്ങൾ ഇത് വെച്ചടിച്ച് ഞാൻ ചോറ് കഴിക്കാൻ പോകുന്നു. ചോറ് അമ്മ ഒരു ലേശാണ് ഇതെന്താ ചെമ്മീനും ഏൻസും കൂടിയുള്ള ഒലത്തുക. ചോറ് പാടുണ്ടമ്മ. ഞാൻ ഇത്രയൊന്നും കഴിക്കൂല. ഇത്രയും വേണ്ടമ്മേ, അതിന്റെ പകുതി മതി. നല്ല കബാബ് അച്ഛൻ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ലേശം അടിച്ച് ഇപ്പൊ ഒരു പിടി ചോറ് എന്തായാലും നമുക്ക് ഇവിടെ വന്നേമ്പില്ലേ നമ്മളെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാവും. മതിയമ്മ കുറച്ച് മതിയമ്മ, അത്ര മതി, അത്ര മതിയമ്മ. ലേശം കറി ഇട്ടാ മതി.
ലേശം കറിനകത്ത് ഒഴിച്ചാൽ മതി. എന്ത് കറിയാണ്? ചെമ്മീക്കറി. ചെമ്മീക്കറി പോരട്ടെ. ചെമ്മീക്കറിനകത്ത് ഒഴിക്കും. ചെമ്മീക്കറി മുളകാറ് വെച്ചതാണ് അച്ഛന്. ഈ മുളകാറേ പറ്റും. അത് മതി, എനിക്ക് മുളകാറാ ഇഷ്ടം. ചെമ്മീനൊന്നും വേണമെന്നില്ല, എനിക്ക് ആ ചാറ് ലേശം ഒഴിക്കുക. തക്കാളിയൊക്കെ ഉള്ള ചാറ് ഒഴിക്കും. തക്കാളി ഒന്നുമില്ല, തക്കാളി ഞാനല്ല വെച്ചത്. മതി മതി, ധാരാളം മതി മതി ഒഴിക്കല്ലേ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ സ്പെഷ്യൽ. കൊള്ളാം. കൊടംപുളി ഇട്ട ചെമ്മീക്കറിയാമേ. കൊടംപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീക്കറിയുണ്ട്. അപ്പം എൻ്റെ സ്ഥിരം പരിപാടി കേട്ടോ. ഇവിടെ വന്നാലും എന്തായാലും എന്തുണ്ടായെന്ന് പറഞ്ഞാലും ഒരുപടി ചോറ് കഴിക്കണം നമുക്ക്. കൊള്ളാട്ടോ, നല്ല കുടപ്പുളി ഇട്ട ചെമ്മീക്കറി കേട്ടോ. ഞാൻ കുടപ്പുളി ഇട്ട് വെക്കാറ് കുറവാണ്. കൊള്ളാം. അവിടെ പോയി ഇരുന്ന് കഴിക്കട്ടെ. എല്ലാവരും ടി വി എല്ലാം കണ്ടിരുന്നിട്ട് കഴിക്കുന്നു, ഞാനിവിടെ ഇരുന്നിട്ട് കഴിക്കട്ടെ. അപ്പോൾ സമയം ഒരു വെളുപ്പിന് 5:30 മണിയായിട്ടുണ്ടാവും കേട്ടോ. അന്നേരമാണ് ഞങ്ങൾ ഇറങ്ങണത് വീട്ടിൽ നിന്ന്. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ ഒരു ഭക്തിഗാനത്തിലാണ് തുടങ്ങുന്നത്. നേരെ ഇങ്ങനെ പരപരാ പലർന്ന് വരുന്നെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഭക്തിഗാനം കേൾക്കുമ്പോൾ ഒരു രസവും കൂടിയാണല്ലോ. രാവിലെ ഭക്തിഗാനം തന്നെ പോകും. വെളുപ്പിന് എഴുന്നേറ്റുകൊണ്ട് നല്ല ഉറക്കമുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇരിക്കണത്. അപ്പം ഞാനൊന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ രണ്ടാളിവിടെ ഇറങ്ങി എണീറ്റിട്ടില്ല കേട്ടോ. നിഗി അവിടെ നിന്ന് അങ്ങനെ സൈഡിൽ ഉറങ്ങുന്നുണ്ട്. ഇന്ദ്രുവിൻ്റെ തല അങ്ങോട്ടും കാലെൻ്റെ മേത്തൊക്കെ വെച്ചിട്ടാണ് ഇന്ദ്രുവിൻ്റെ ഉറക്കം കേട്ടോ. അപ്പോൾ രാവിലത്തെ ഫുഡൊന്നും ഞങ്ങൾ കഴിക്കണതൊന്നും എടുത്തിട്ടില്ല, അതൊക്കെ ലൈറ്റായിട്ട് ഇങ്ങനെ വിട്ടതാണ്. അപ്പോൾ ഉച്ചയായപ്പോൾ നല്ല വിശപ്പൊക്കെ ഉണ്ട്. നല്ലൊരു ഊണ് ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. അതൊരു ലക്കാട്ടോ. യാത്രക്ക് ഇടയിൽ ഇങ്ങനെ നല്ല ഭക്ഷണം കിട്ടുക എന്ന് പറയുന്നൊരു ലക്ക് തന്നെയാണ്. നല്ലൊരു ഉപ്പേരി വന്നിട്ടാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നല്ല ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു വെള്ളരിക്കയും എല്ലാം കൂടി ആയിട്ടൊരു പച്ചക്കറിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് പോണത്, യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ചമ്മന്തി ആട്ടോ. അതുതാ ഇങ്ങനെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ചേട്ടൻ 2 പ്രാവശ്യമൊക്കെ ഇടിയുന്നുണ്ട് കേട്ടോ. ഇട്ടോ അത് മാത്രം മതി എന്നാണ് പറഞ്ഞ കേട്ടോ. എല്ലാവർക്കും ആ ഒരു ചമ്മന്തി മാത്രം മതി. ഒരു തേങ്ങ ചമ്മന്തി ആട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് വെള്ളരിക്കയും മത്തങ്ങ അങ്ങനെ എല്ലാം കൂടി മിക്സ് ആയിട്ടൊരു പച്ചക്കറിയാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ ആവി പറക്കുന്ന നല്ല ചോറും അടിപൊളിയായിരുന്നു കേട്ടോ ഭക്ഷണം. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. പിന്നെ നമ്മൾ മോര് കറിയാണിത്, നമ്മൾ പൈനാപ്പിൾ എല്ലാം പോലത്തെ പൈനാപ്പിൾ കറിയാണെന്ന് തോന്നുന്നു. നല്ലൊരു ചെറിയൊരു മധുരത്തോടു കൂടിയുള്ളൊരു കറി കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു ഭക്ഷണം കിട്ടിയ സന്തോഷത്തിൽ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ സ്ഥലത്തേക്ക് പോയത്. അപ്പോൾ ഇവിടെ ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഞങ്ങൾ 2 ആൾ മാത്രം ഇങ്ങനെ നിൽക്കുകയാണ്. അവർ വന്ന കാര്യത്തിന് വേണ്ടിയിട്ട് അകത്തോട്ട് കയറിയിട്ടുണ്ട്. സമയം പോയിപ്പിക്കുന്നു അല്ലേ ഇവ. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്ഥലത്തെത്തി. അപ്പോൾ അതെന്താണ് കാര്യങ്ങളെന്നൊക്കെ പിന്നീട് അങ്ങോട്ട് അറിയിക്കുന്നതായിരിക്കും അല്ലേ. അപ്പോൾ വന്ന കാര്യം അവരെങ്ങനെ ചെയ്യുന്നുണ്ട്, ഞങ്ങളിങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല സ്ഥലം കേട്ടോ അവിടെ. നല്ല അടിപൊളി. ഇവിടെയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു മാവുണ്ട്, അതിൻ്റെ തണലിൽ ഇങ്ങനെ നിൽക്കുക, തണലും പിടിച്ച് നിൽക്കുക അല്ലേ. മാങ്ങയൊന്നുമില്ല, മാങ്ങയുണ്ടെങ്കിൽ പറഞ്ഞാൽ പോയിട്ട് ചോദിക്കായിരുന്നു. ഇതെവിടെയാ സ്ഥലമെന്ന് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ പറയണം കേട്ടോ അല്ലേ ഇവൻ. ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ ഉള്ളത്. ഇതെവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല, പേരൊന്നും അറിയില്ല. ഒരു പള്ളിയാണെന്ന് തോന്നുന്നല്ലേ, പള്ളിയാ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന്. അപ്പം ഞങ്ങളെ ഏരിയ ഞങ്ങൾ വിട്ടു പോകുന്നില്ല. ആ ഇട്ടാവട്ടത്തെ തന്നെ ഇങ്ങനെ ഇട്ട് കറങ്ങിയെന്നിട്ടാ. ഇങ്ങനെ നടക്കട്ടെ. ഇനിയിപ്പോൾ അവർ വന്നിട്ടാകുമ്പോൾ നമ്മൾ നേരെ നമ്മുടെ നാട്ടിലേക്ക് റിട്ടേൺ. അപ്പോൾ വന്ന കാര്യമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ മെല്ലെ ഇറങ്ങിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഇതാ നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാ. വൈകുന്നേരമായി, ഞങ്ങൾ ഒരു 5:30-6 മണിയോട് കൂടി ആയിട്ടാ. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ വണ്ടി ഒന്ന് ചാർജിന് വെക്കാം. നമ്മൾ ഇലക്ട്രിക് എടുത്തിട്ടാണ് നമ്മൾ പോയത്, EV എടുത്തിട്ടാണ് പോയത്. അപ്പോൾ എന്തായാലും അത് ചാർജിന് വെക്കുന്ന സമയം കൊണ്ട് ഞങ്ങളൊരു ഹോട്ടലും അടുത്ത് തന്നെ പിടിച്ചേട്ടാ. അത് നമുക്ക് സമയം നഷ്ടമില്ലാണ്ട് കിട്ടിയേട്ടാ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊരു 5 മിനിറ്റ് അങ്ങോട്ട് നടക്കാനേ ഉള്ളൂ. നല്ലൊരു ഹോട്ടലും അവിടെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചാർജിന് വെച്ചുകൊണ്ട് അങ്ങോട്ടുള്ള നടത്താണ് കേട്ടോ. അതാ ഇങ്ങനെ നടക്കുകയാണ്, നമ്മൾ എറണാകുളം ടൗണിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. ഒരു സന്ധ്യയോട് കൂടി ആയതുകൊണ്ടുണ്ടല്ലോ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ഒരു 5 മിനിറ്റ് അങ്ങോട്ട് നടക്കേണ്ടിയിരുന്നു. അപ്പോൾ അതും നമുക്കൊരു വ്യായാമം കിട്ടിയ പോലെ ആയി. പണ്ട് അച്ഛനും അമ്മയും ഞാനും ചേട്ടയും കൂടി നമ്മളെ അമ്മേൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ, അല്ലെങ്കിൽ ചേച്ചിയുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഒന്നിച്ച് കൈയൊക്കെ പിടിച്ച് പോകുന്നതായിട്ടാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പോൾ ഞങ്ങളിതാ കഫേ സുൽത്താൻ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലായിട്ടാണ്
കയറിയത് കേട്ടോ. കൊള്ളാട്ടോ, നല്ല ഭക്ഷണമൊക്കെ ആയിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കയറുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഇതൊക്കെയാണ് ഇന്നത്തെ ഇനിയുള്ളത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ നമ്മളെ നാട്ടിലേക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എന്താ പറയുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും. പിന്നെ ഞാൻ സബ് ചെയ്യാനൊന്നും അധികം ഞാൻ നിർബന്ധിക്കാറില്ല, പക്ഷേങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ, പ്രത്യേകം പറയുകയാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.